കൂട്ടുകാരെ പറ്റിക്കാൻ നോക്കിയ ഒരു പമ്പര വിഡ്ഢിയെക്കുറിച്ചുള്ള കഥയാണ് അടുത്തത്. അസമിൽ നിന്നുള്ള കഥയാണിത്. കണ്ടോളൂ. കുരങ്ങന്മാരുടെ സഹായം. അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു. ഓ, എന്തൊരു ചൂട്! പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ, കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരെ ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായി പോയി. ഞാൻ വെറുതെ ബുദ്ധിമുട്ടി. ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം. ക്ഷീണമൊന്നു മാറട്ടെ, എന്നിട്ടാകാം കുളി. ഇയാള് ഞണ്ട് പിടിക്കാൻ വന്നതാവും. പാവം, ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും. നമുക്ക് ഇയാളെ സഹായിച്ചാലോ? ഈ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു കൊടുക്കാം. ശരി. ഇനി ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാള് മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം. ഗ്രാമീണര് വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളും. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്ത് അത്ഭുതം! കൂടെ നിറച്ചും ഞണ്ടോ! ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തെ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി.
കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു. കഷ്ടം തന്നെ, ഇയാളും മരിച്ചോന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്നു കയറുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അയാള് താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്നു കിടക്കാം. ഓ, എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ. ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ, കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ!